രാധാകൃഷ്ണൻ, നമുക്കൊക്കെ അറിയാവുന്ന MGS നാരായണൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഒരു വൻമരം വീണ പ്രതീതിയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ജനാധിപത്യവും കമ്മ്യൂണിസവും എന്ന പുസ്തകത്തിൻ്റെ അവതാരികയിൽ അദ്ദേഹം എഴുതിയ ഒരു ഏതാനും വാചകങ്ങൾ മാത്രം ഞാൻ വായിക്കാം. കേരളം ഇന്നല്ലെങ്കിൽ നാളെ ഈ നെടുമോഹ നിദ്ര വിട്ടുണരേണ്ടിയിരിക്കുന്നു. അല്ലാതെ എന്നേക്കും ഭാരത സംസ്കാരത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നകന്ന് അഴുക്കുവെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കായലായി മാറേണ്ടതുണ്ടോ ഈ സുന്ദര ഭൂവിഭാഗത്തിലെ ജനസമൂഹം? കമ്മ്യൂണിസം എന്ന മാരകമായ മനോവിഭ്രാന്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ജ്വലന സംസ്കൃതി വളർത്താൻ ഇവിടുത്തെ ജനങ്ങൾ പ്രാപ്തരാകേണ്ടിയിരിക്കുന്നു. ആ കാലം അതിവിദൂരമല്ലെങ്കിലും അത്യാസന്നമായിട്ടില്ല. അതിനെ വരവേൽക്കാൻ വേണ്ട ചിന്താശക്തി ആർജിക്കാൻ അല്പം ബൗദ്ധിക വ്യായാമത്തിനായി വായനക്കാരെ ക്ഷണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ വാചകങ്ങളിൽ ഈ സനാതന ധർമ്മത്തിൽ നിന്ന് കേരളം മാറി നിൽക്കരുത്. മറ്റേത് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ അരാജകത്വത്തിനെ നമ്മൾ അഴുക്കുവെള്ളം തട്ടിക്കളയും. എങ്ങനെയാണ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സംഭാവനയെ അടുത്തെറിഞ്ഞ ജീവിതത്തിനെയൊക്കെ വിലയിരുത്തുന്നത്? ആദ്യം തന്നെ MGSൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. കേരളത്തിൻ്റെ ചരിത്ര നിർമ്മിതിയിൽ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ചരിത്ര നിർമ്മിതിയിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്താണെന്ന് വെച്ചാൽ, അതിനെ എംപിരിക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്നൊക്കെ ഒരു പറയാറുണ്ടെങ്കിലും ഞാനത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രം രചിക്കേണ്ടത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അടിത്തറ വസ്തുതയായിരിക്കണം. അതിൽ നിന്ന് നിഗമനങ്ങൾ ഉണ്ടാക്കണം. അത് യുക്തിഭദ്രമായിരിക്കണം. അല്ലാത്തതൊന്നും ചരിത്രമല്ല എന്ന ഒരു കർശനമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ചരിത്രത്തിലെ 10 സുപ്രധാന നുണകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കള്ളക്കഥകൾ, നുണകളാണതൊക്കെ. പക്ഷെ ആ നുണകളൊക്കെ ചരിത്ര സത്യങ്ങളായിട്ട് വിശ്വസിക്കപ്പെട്ടു. സെൻറ്റ് തോമസ് ഇവിടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 10 രാമനത് വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാലം തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ പെരുമാൾസ് ഓഫ് കേരള എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ പുസ്തകം, അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. ആ പുസ്തകത്തിലുമൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ളൊരു നിലപാട്, ഒരു ചരിത്രകാരൻ എന്ന നിലക്ക് വസ്തുതകളില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും പറയരുത് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം ഒരിക്കൽ കൂടി. വിശേഷിച്ചും ഞാൻ ദീർഘകാലമായി അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ വൈസ് ചാൻസലറായിരുന്നപ്പോഴും അതിനുശേഷം പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോഴും കോഴിക്കോട് വഴിയുള്ള യാത്രയിൽ MGS അവിടെ ഉണ്ടെങ്കിൽ മാലാപ്പറമ്പിലെ വീട്ടിൽ കയറി കുറേ സമയമിരുന്ന് സംസാരിച്ചാണ് വരിക. നമുക്ക് അദ്ദേഹത്തോട് കലഹിക്കാം, അദ്ദേഹത്തെ വിമർശിക്കാം, അദ്ദേഹം പറയുന്നതൊക്കെ തെറ്റാണെന്ന് പറയാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ പേരിൽ സൗഹൃദത്തിന് യാതൊരു മാറ്റവും വരുത്താത്ത ഒരു മഹത് വ്യക്തിയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത്. പ്രേമിച്ചേച്ചി ഉണ്ടാക്കി തന്നിട്ടുള്ള ഭക്ഷണം ഞാൻ അവിടെ നിന്ന് ഒരുപാട് വട്ടം കഴിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുകയാണ്. ഇനി രാമൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഭാരതത്തിൻ്റെ മുഖ്യധാര എന്നുള്ള സങ്കല്പം. അങ്ങനെ ഒരു മുഖ്യധാര ഭാരതത്തിനുണ്ട് എന്ന വിശ്വാസക്കാരനല്ല, അതൊരു ചരിത്ര വസ്തുതയാണ് എന്ന് സ്ഥാപിച്ച ഒരാളാണ് MGS. അങ്ങനെ ഒരു മുഖ്യധാരയുണ്ട്. അങ്ങനെ ഒരു മുഖ്യധാര ഇല്ല എന്ന് ഒരുപാട് ചരിത്രകാരന്മാർ പറയുമ്പോൾ അതല്ല, അങ്ങനെ ഒരു മുഖ്യധാരയുണ്ട്. ആ മുഖ്യധാര എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിലാണ് വന്നേക്കുന്നത്. സാഹിത്യത്തിലും ചിത്രകലയിലും ശില്പകലയിലും സംഗീതത്തിലും നൃത്തത്തിലും എല്ലാം തന്നെ ആ മുഖ്യധാരയിലെന്ന് പറയുന്ന ആ സംസ്കാരത്തിൻ്റെ സാന്നിധ്യം മാത്രമല്ല, അതാണ് നമ്മുടെ സംസ്കാരമായി രൂപപ്പെടുന്നത്. ഇപ്പോൾ സംഗീതം രാമന് വളരെ പ്രിയപ്പെട്ടൊരു വിഷയമാണ്. അറിയാലോ, രാമനും കൃഷ്ണനും ഇല്ലാതെ ഇന്ത്യയിൽ എന്ത് സംഗീതമുണ്ട്?
എന്ത് സാഹിത്യമുണ്ട്, എന്ത് നൃത്തമുണ്ട്, അതെന്ത് വന്നു കഴിഞ്ഞാലും. അപ്പോൾ ആ മുഖ്യധാര ഉണ്ട്. കേരളവും ആ മുഖ്യധാരയുടെ ഭാഗമായി മാറണം എന്ന് അക്കാലത്ത് MGS ഇത് എഴുതുന്ന കാലത്ത് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. കാരണം കേരളം ലോകത്തിൻ്റെ മാതൃകയായിട്ട് കമ്മ്യൂണിസത്തിന് വേണ്ടി നിലകൊള്ളും എന്ന് കരുതിയിരുന്നൊരു കാലത്താണ് കമ്മ്യൂണിസം ഒരു മലിനജല തടാകമാണ് എന്നുള്ള ഒരു സുപ്രധാനമായ നിരീക്ഷണം MGS നടത്തിയത്. ആ വാക്ക് ശ്രദ്ധിക്കണം. അഴുക്കുചാല് പോരാ, അഴുക്ക് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ആ അഴുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ചിന്താഗതികളുണ്ട്. ആ അഴുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ചിന്താഗതികൾ കൊണ്ടാണ് രണ്ട് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള എളുപ്പമാർഗം ഒരുവൻ വേറൊരുവനെ കൊല്ലുന്നതാണ് എന്ന സങ്കല്പത്തിൽ എത്തുന്നു എന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചിന്തയുടെ ഏറ്റവും വലിയ പരിമിതിയും. എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, തർക്കമുള്ളൂ. 51 വേണോ 2 വേണോ എന്നുള്ള കാര്യത്തിലാണ്. അതായത് ഇതിൻ്റെ ഒരു ഹാസ്യരൂപം നമുക്ക് കാണാൻ കഴിയും. മറ്റേ ഇത് സത്യനന്ദിക്കാടിൻ്റെയും ശ്രീനിവാസനും കൂടി ചേർന്നെടുത്ത സിനിമയിൽ സന്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല, സന്ദേശത്തിലല്ല മറ്റേതില്ലാത്തതാണ്. നിങ്ങൾക്ക് ഏത് ആയുധം കൊണ്ട് മരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നുണ്ട്. പവനായി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കില്ലർ വന്നിട്ട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ രാജു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന. അതായത് ഏത് ആയുധം കൊണ്ട് എത്ര വെട്ട് എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. വെട്ടണം എന്ന കാര്യത്തിൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും അഭിപ്രായ വ്യത്യാസമില്ല, പാർട്ടി തീരുമാനമാണല്ലോ. അല്ല, അതിൽ ഇപ്പോൾ മാനവികതയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ മാനവികത പറയുന്ന എപ്പോഴാണെന്നറിയാമോ? നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ്. നിലനിൽക്കാൻ നിവൃത്തിയില്ലാതെ വരികയും അവർ ന്യൂനപക്ഷമായി പോവുകയും ചെയ്യുമ്പോഴാണ് അവർ മര്യാദ പറയുക. ഭരണഘടന എന്നും പറയാറുണ്ട്. ചിലപ്പോൾ ഭരണഘടനയൊന്നും കിടക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഭരണഘടനയില്ല, ഒന്നുമില്ല. ചൈനയിൽ ഉണ്ടായിരുന്നില്ലല്ലോ, സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്നില്ല, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായിരുന്നില്ല, ചിലിയിലുണ്ടായിരുന്നില്ല, മറ്റെന്താണ് അതിൻ്റെ പേര്, ക്യൂബയിലുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ കയ്യൂക്കിൻ്റെ ബലത്തിൽ മാത്രം വിശ്വസിക്കുന്നതാണ്. റൊമേനിയയിൽ 2 പേരുണ്ടായിരുന്നു, ഡ്രാക്കുളയുടെ ഒരു പുനരവതാരമായിരുന്നു ചെഷസ്ക്യൂ എന്ന് നമുക്ക് നിർദാക്ഷിണ്യം പറയാവുന്നതാണ്. ദാക്ഷിണ്യം ഒന്നും കൊടുക്കാതെ തന്നെ പറയാവുന്നതാണ്. ചെഷസ്കിയൊക്കെ ഒരു അവതാരമല്ലേ, ഇങ്ങനത്തേക്കൊരു മനുഷ്യരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള വിധത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് MGS എന്നും എതിരായിരുന്നു ആശയലോകത്ത്. രണ്ടാമത് എനിക്ക് MGSനെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടെഴുത്ത് വായിക്കാൻ വേണ്ടി MGS നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ്. അത് ചരിത്രരചനയിൽ അവൈലബിളാകുന്ന റെക്കോർഡ്സ്, അത് ഏത് രൂപത്തിലുള്ളതായാലും അത് സസൂക്ഷ്മം പഠിച്ച് അതിൽ നിന്ന് വസ്തുതകൾ കണ്ടെത്തി ചരിത്രത്തെ വികസിപ്പിക്കണം, ചരിത്ര അവബോധം വികസിപ്പിക്കണം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അത് ഇപ്പോൾ ഞാനൊരു വായിച്ചൊരു പുസ്തകം, രാമനത് വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ കേരള ഹിസ്റ്ററി അസോസിയേഷൻ്റെ ഇത് ഒരു ചരിത്രം 2 വോളിയുണ്ട്. അപ്പോൾ അതിൽ ഒരു വോളിയത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം വോളിയത്തിലാണോ 2-ാം വോളിയത്തിൽ ആണ് അതാത് ജാതിക്കാർ അവരവരുടെ ചരിത്രം എഴുതിയൊക്കെയാണ്. ഞാനത് വായിച്ചിട്ട് അമ്പരന്ന് പോയി. കാരണം എല്ലാ ജാതിക്കാരും പറയുന്ന അവരായിരുന്നു രാജാക്കന്മാരെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ അക്കാലത്തെ രാജാക്കന്മാർ ഈ ജാതിയിൽപ്പെട്ടവരാകാനേ തരമുള്ളൂ. MGS അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എങ്ങനെ നോക്കുമ്പോൾ? അങ്ങനെ നോക്കിയാൽ പോരാ, എങ്ങനെ നോക്കുമ്പോൾ. ആ എങ്ങനെ നോക്കുമ്പോൾ എന്നുള്ളതിൽ വസ്തുതകളുണ്ടോ എന്ന് അന്വേഷിക്കണം. ആ വസ്തുതകളെ നിർദ്ധാരണം ചെയ്തെടുക്കുന്നതിനുള്ളൊരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ എപ്പിഗ്രാഫിയിലേക്ക് പോയത്. പക്ഷേ ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഇപ്പോൾ രാമൻ പറഞ്ഞതിലൊരു വാക്കുണ്ട്, നെടുമോഹ നിദ്ര വിട്ട് ഉണരുക. അത് കുമാരനാശാൻ്റെയാണ്. അതെ, നെടുമോഹ നിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി, പ്രണയപരവശേ ശുഭം നിനക്കുണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ ഗുണവതി, നെടുമോഹ നിദ്ര വിട്ടുണരുക ഞാൻ സഖി നിന്റെ മാധവി. ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം കുമാരനാശാൻ്റെ കവിതകൾ ഇത്രയേറെ കാണാതെ ചൊല്ലാൻ കഴിയുന്ന ഒരാളാണ്
ഞാൻ കണ്ടേക്കുന്നത് 2 പേരുണ്ട് അതിനകത്ത്. ഒന്ന് ബാലേന്ദ്രനും പിന്നെ ഒന്ന് MGS-ഉമാണ്. ആ കാര്യത്തിൽ ഒരു പക്ഷേ ബാലനേക്കാൾ ഒരു പടി മുൻപ് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അല്ല, കേൾവിക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണം, നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാകും, പക്ഷെ അവർക്ക് മനസ്സിലാകണമെന്നില്ല. ബാലനേക്കാളും ഒരു പടി ഈ കാര്യത്തിൽ മുന്നിലാണ്. കാരണം കുമാരനാശാൻ്റെ കവിതകൾ അഗാധമായി പഠിച്ചേക്കണ ഒരു ചരിത്രകാരൻ കൂടിയാണ്. അപ്പോൾ അതിന് വേറൊരു മറുവശവും കൂടി കണ്ടിട്ടാ. MGS കവിത എഴുതിയിരുന്ന കാര്യം അറിയാമോ? അപ്പം ഞാൻ ചോദിച്ച്, അല്ല ഈ അക്കാലത്ത് നിങ്ങളുടെ കാലത്തുള്ള മിക്കവാറും ആ ചെറുപ്പക്കാരെല്ലാവരും കവിത എഴുതിയിട്ടുണ്ട്, അതൊരു പോസ്റ്റ്മാന് ചെയ്യാവുന്ന പണിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പോസ്റ്റ്മാനാ? കാരണം ഏതെങ്കിലും ഒരു പെണ്ണിനോടുള്ള പ്രേമം അവർക്കുള്ള അത് ഒരു കത്തെഴുതി പോസ്റ്റ്മാൻ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടേ കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയല്ലടോ. ഞാനത് നിർത്തിയത് കുമാരനാശാനൊക്കെ കവിത എഴുതിയേക്കണ സ്ഥിതിക്ക് പിന്നെ ഞാൻ രംഗത്ത് വേണ്ട എന്ന് കരുതി നിർത്തിയതാണ്. ഒരു വെല്ലുവിളി കുമാരനാശാന് കൊടുക്കണ്ട. പക്ഷെ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലബാറിൽ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കവി വള്ളത്തോളല്ല കുമാരനാശാനാണ്. സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് വള്ളത്തോളായിരിക്കും എന്നാണ്. പക്ഷെ വള്ളത്തോളല്ല. വള്ളത്തോളിന് കുമാരനാശാന് താല്പര്യവും ഉണ്ടായിരുന്നില്ല, ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുമാരനാശാനാണ്. അപ്പോൾ ഈ രീതിയിൽ പിന്നെ അത് കൂടാതെയുണ്ട് ഈ ധൈര്യം സമ്മതിക്കേണ്ടതല്ലേ. ഇപ്പോൾ മലബാറിൽ നിന്ന് വന്നേക്കുന്ന സകല ചരിത്രകാരന്മാരും ആ ധൈര്യം മറ്റേ രാധാകൃഷ്ണൻ പറയുന്ന വിഷയത്തിൽ കയറുന്നതിന് മുമ്പ് ഈ സാമുദ്രിയുടെ നാട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്. അത് തന്നെയാണോ പറയാൻ വന്നത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, താരാചന്ദിനെയൊക്കെ ഉദ്ധരിച്ചിട്ട് തന്നെ ഈ എല്ലാ മുക്കുവിന്റെ വീട്ടിലും ഒരാൾ മുസ്ലിം ആയിരിക്കണം എന്ന തിട്ടൂരം സാമുദ്രി ഇറക്കിയത് MGS ആണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. MGS പറയുമ്പോഴാണ് അത് ഞാൻ അന്വേഷിക്കുന്നതും ഞാൻ അറിയുന്നതും. അത് മാത്രമല്ല, ഈ സാമുദ്രി എന്ന് പറയുന്ന കക്ഷി എന്തൊരു വൃത്തികെട്ടവനായിരിക്കണം. കാരണം കരിമയല്ലേ സാമുദ്രിക്ക് സാധാരണ രാജാക്കന്മാര് ഈ പ്രജകളുടെ ക്ഷേമം നോക്കിയാണല്ലോ ഇരിക്കണ്ടേ, നികുതിയൊക്കെ പിരിക്കാം. പക്ഷെ സാമുദ്രിക്ക് ഈ കപ്പൽ വ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു കച്ചവടത്തിന്. അപ്പൊ അതിൽ നാവികര് വേണ്ടേ, അതും മുസ്ലിങ്ങളാണ്. അതാണ് മുക്കുവിന്റെ വീട്ടിൽ ഒരു മുസ്ലിം വേണമെന്ന് പറയുന്നത്. അതോടുകൂടി മുക്ക് കാരണം കടൽ കണ്ട പേടിക്കാത്തവനായിരിക്കണമല്ലോ. കടൽ കണ്ട പേടിക്കാത്തവനായിരിക്കണം. അത് കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ടാണ് ഈ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, രാജാക്കന്മാർക്ക് കൃഷിയും കച്ചവടവും ചെയ്യാൻ അധികാരമില്ല. അവർ കൃഷി വ്യവസായം നടത്തരുത്. അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുമ്പോൾ കിട്ടുന്ന തുച്ഛമായ തുക എത്രയോ അതാണ്. പിന്നെ അദ്ദേഹം വേറൊരു സംഗതി ചെയ്തു. അവിടുത്തെ മലയാള മനോരമയുടെ നഗരം പേജിൻ്റെ അകത്തെ ഈ വലിയ കോഴിപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ വലിയ കുടുംബങ്ങളിലെ അടിച്ചുകളിക്കാരായിരുന്നു എന്ന് അദ്ദേഹം എഴുതി. മനോരമ ഇത് പ്രസിദ്ധീകരിച്ചില്ല. പക്ഷെ അതിന്റെ കോളായിരുന്നു. അത് അദ്ദേഹം മാധ്യമത്തിലോ മറ്റോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത അതിനെ കുറിച്ചുള്ളൊരു കാര്യം ഞാൻ പറയുന്നില്ല ഇപ്പോൾ, കാരണം അതൊരു പറയുന്നത് ഡിഫമേറ്ററി ആയിട്ട് അവർക്ക് തോന്നാം. MGS-ന് അത് തോന്നിയില്ല. കാരണം അവിടുത്തെ സ്ത്രീകളെ കുറിച്ച് അദ്ദേഹം നടത്തിയേക്കുന്ന ഒരു കമൻ്റ് ഉണ്ട് ഈ സാമൂതിരിയുടെ കുടുംബവുമായി ബന്ധപ്പെടുത്തി. ആ വസ്തുതകൾ കണ്ടു കഴിഞ്ഞാൽ ആ വസ്തുതകൾ തുറന്ന് എഴുതാനുള്ളൊരു ആർജവം ഉണ്ടായിരുന്നു. അത് രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് പറയാം. കാരണം ഈ ശബരിമല വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായ സമയത്ത് ഈ ശബരിമല അയ്യപ്പൻ അത് ബുദ്ധനൊന്നുമല്ല, ബുദ്ധപ്രതിമയും ഒന്നുമല്ല, ബുദ്ധവിഗ്രഹമല്ല. കാരണം അങ്ങനെ ഒരു ബുദ്ധ പാരമ്പര്യമൊന്നും കേരളത്തിനില്ല എന്ന് MGS പറഞ്ഞതോടുകൂടി ആ അധ്യായം അടഞ്ഞു പോയി. അല്ല, എന്താ കാര്യം എന്ന് വെച്ചാൽ വസ്തുതകളില്ല. ഞാൻ MGS-നോട് ചോദിച്ചിട്ടുണ്ട് ആ കാര്യം. നിങ്ങളെന്താ അങ്ങനെ വസ്തുതകളില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ ഞങ്ങൾ ബുദ്ധനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് പുള്ളി പറഞ്ഞ ആകെ ഒരു ബുദ്ധനെ ഇപ്പോൾ കാണാനുള്ളത് നിങ്ങളുടെ സ്നേഹിതനായ ബാലേന്ദ്രനാണ്. അയാൾ മാത്രം ഒരു ബുദ്ധനായിട്ടോ ഇപ്പോൾ കാണാനുള്ളൂ. വേറെ കേരളത്തിൽ എവിടെയുള്ളൂ ബുദ്ധനുള്ളതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്നോട് രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു ഓർമ്മ, ഈ മാപ്പിള ലഹളയുടെ കാര്യത്തിൽ ഈ മതാന്ധത എന്നാണല്ലോ നമ്മൾ കരുതുക. അല്ലാതെ അതിൻ്റെ അകത്തൊരു ബ്രിട്ടീഷുകാരോടുള്ള സമരത്തിന്റെ വശവും കൂടി ഉണ്ടായിരുന്നു എന്ന് MGS പറയുമായിരുന്നോ? നിങ്ങൾ തർക്കിച്ചിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ തർക്കിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്.
ഞാൻ അതിനെക്കുറിച്ച് രൂക്ഷമായി തർക്കിച്ചിട്ടുണ്ട്. MGS പറയുന്നത് അതിനകത്ത് ഒരു വസ്തുത ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ ബ്രിട്ടീഷുകാരെ എതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ വലിയ വസ്തുത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിന്ദു വിരുദ്ധമായിരുന്നു എന്ന് മാത്രമല്ല, ഗാന്ധി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് തീർത്തും മണ്ടത്തരമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി MGSനുണ്ടായിരുന്നു. ഗാന്ധി ആ ഖിലാഫത്തിനെ കോൺഗ്രസിൽ കൂട്ടിച്ചേർത്തത്. ഞാൻ ചോദിക്കട്ടെ, തുർക്കിയിലെ സുൽത്താന് രാജ്യം നഷ്ടപ്പെട്ടതിന് നമുക്കെന്താ കാര്യം? തുർക്കിയിലെ സുൽത്താന് രാജ്യം നഷ്ടപ്പെട്ടു, നമ്മളതിനകത്ത് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? തുർക്കിയിലെ സുൽത്താന് രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടി തൂവൂർ കിണറിൽ ഹിന്ദുക്കളെ കൊന്നു തള്ളിയിട്ട് എന്ത് കിട്ടാനായിട്ടാണ്? അപ്പോൾ ഞാൻ ഇത് ചോദിച്ചിട്ട് MGSുമായിട്ട് കലഹിക്കുമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച്. എന്തായാലും MGSൻ്റെ സ്മരണ തീർച്ചയായിട്ടും കേരള ചരിത്രം എന്നല്ല, ഇന്ത്യയിലെ തന്നെ ചരിത്രകാരന്മാർ ശ്രീധരമേനോൻ്റെ ഒക്കെ തലമുറയ്ക്ക് ശേഷം ഒരു വടവൃക്ഷം പോലെ ഇവിടെ നിന്ന്. പിന്നെ അത് തന്നെയല്ല, ചരിത്രത്തിൽ MGSൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. എഗൻസ്റ്റ് ഗോഡ് ആൻഡ് ലോഡ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചരിത്രം എഴുതുന്ന സമയത്താണ് നേരെ വന്നിട്ട് അങ്ങനെയല്ല എന്ന് പറയാനുള്ള ആ ഒരു ആർജവമൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വശഗതമായി ചരിത്രം എഴുതാൻ വിസമ്മതിച്ച ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് അങ്ങ് ഉദ്ദേശിച്ചത് ഡോക്ടർ KN പണിക്കരെയാണെന്നും കൂടി പ്രേക്ഷകരോട് പറയണമല്ലോ. അതെ. അതൊക്കെ എഴുതുന്ന സമയത്ത് അങ്ങനെയല്ല ചരിത്രം എന്ന് പറയാനും കൂടി ആർജവം കാണിച്ച ഒരാളാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വേറൊരു സുപ്രധാനമായ കണ്ടെടുത്തലാണ് EMS സ്വത്ത് എഴുതി കൊടുത്തിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ ഇടയുള്ള ചരിത്ര സംഭാവനകൾ നൽകിയ MGSൻ്റെ മുന്നിൽ നമുക്കൊരിക്കൽ കൂടി ആദരാഞ്ജലികൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.